തൊടുന്ന എല്ലാത്തിനെയും മരവിപ്പിക്കാൻ കഴിയുന്ന ഫിംഗർ ഓഫ് ഡെത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഇതൊരു ഫാന്റസി അല്ല. വളരെയധികം തണുപ്പ് കൂടിയ സമുദ്രങ്ങളിൽ ശരിക്കും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. സമുദ്രങ്ങളിൽ പുതുതായിട്ടുണ്ടാകുന്ന മഞ്ഞുപാളികൾക്കുള്ളിൽ ധാരാളം കട്ടി കൂടിയ ഉപ്പ് ജലം ഉണ്ടായിരിക്കും. ഇതാണ് ബ്രൈൻ. ഈ ബ്രൈന് ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ തണുപ്പുണ്ട്. എങ്കിലും ഇതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ജലത്തിനേക്കാൾ ഒരുപാട് കുറവാണ്. അതുകൊണ്ട് ഐസിനുള്ളിലും ഇത് ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കും. ഇത് കാലക്രമേണ ഐസിന്റെ ഏതെങ്കിലും വീക്ക് പോയിന്റിലൂടെ ഐസിൽ നിന്ന് പുറത്തു കടക്കും, അതായത് ലേക്ക് ആകും. സമുദ്രജലത്തിനേക്കാൾ ഭാരം കൂടുതലായതിനാൽ ഈ ബ്രൈൻ പതിയെ ആഴങ്ങളിലേക്ക് മുങ്ങാൻ തുടങ്ങും. സമുദ്രജലം ഓൾറെഡി ഫ്രീസിംഗ് പോയിന്റിന് സമീപമായതിനാൽ ബ്രൈൻ ഒഴുകുന്നതിന് ചുറ്റുമുള്ള ജലം മുഴുവൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്രീസ് ആകും. ഇങ്ങനെ ഫ്രീസായി മാറുന്ന ഈ ഘടനയെ ബ്രിനിക്കിൾ എന്നാണ് പറയുന്നത്. ഇതാണ് ഫിംഗർ ഓഫ് ഡെത്ത്. പതിയെ ഈ ബ്രിനിക്കിൾ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തുകയും അവിടെ ബ്രൈൻ ചുറ്റും വ്യാപിക്കുകയും ചെയ്യും. ബ്രൈന്റെ തണുപ്പ് കാരണം അത് തൊടുന്ന എല്ലാം തന്നെ ഏതാണ്ട് ഇൻസ്റ്റന്റ് ആയി ഫ്രീസ് ആകും. നിലത്തിലൂടെ പതിയെ സഞ്ചരിക്കുന്ന ജീവികൾക്കൊന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനാകില്ല. അങ്ങനെ ഒരുപാട് ജീവികൾ ബ്രിനിക്കിൾ കാരണം ഫ്രീസായി കൊല്ലപ്പെടും.